അനൂപ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാത്തിരുന്ന ഭാഗ്യശാലി ആര് എന്നുള്ള ചോദ്യത്തിലാണ് ഈ മണിക്കൂറിൽ നമ്മളുള്ളതല്ലേ. എന്തായാലും ആ 1-ാം നമ്പർ ടിക്കറ്റ് അത് ഇപ്പോൾ ഏത് എന്ന് അറിഞ്ഞിരിക്കുന്നു. VB 135452 എന്ന ടിക്കറ്റിനാണ് വിഷു ബമ്പർ 1-ാം സമ്മാനം അടിച്ചിരിക്കുന്നത്. 12 കോടി രൂപയുടെ 1-ാം സമ്മാനം. 12 കോടി രൂപയുടെ 1-ാം സമ്മാനം. ഇനി ആരാണ് ആ ഭാഗ്യശാലി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ് 1-ാം സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 2-ാം സമ്മാനം 1 കോടി വീതം 6 പേർക്കുമുണ്ട്. ഇപ്പോൾ സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സൂര്യ, കൊല്ലത്തിനാണല്ലോ ആ ലോട്ടറി അടിച്ചിരിക്കുന്നത്, അതും കരുനാഗപ്പള്ളിയിൽ. ഇനി ഭാഗ്യശാലി ആര് എന്നാണ് അറിയേണ്ടത്. അനൂപ്, അസിത, ആ ഭാഗ്യശാലി ആര് എന്നത് നമുക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ ഭാഗ്യ ലോട്ടറി വിറ്റുപോയ സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. ഈ മണപ്പള്ളിയിലെ അമ്മ ലോട്ടറി ഏജൻസിയിലാണ് ആ ലോട്ടറി വിറ്റുപോയത്. ഏജന്റ് അനിൽ ഡി വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നതാണ്. ആ സമയത്താണ് ഈ ഭാഗ്യവിശേഷം അറിയുന്നത്. അദ്ദേഹം ഓടി തന്റെ കടയിലേക്ക് എത്തിയതാണ്. ഇങ്ങനെ ഫോൺ കോളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. രണ്ടേകാലായി കാണും. എൻ്റെ പെങ്ങടെ മോനെ ഓഫീസിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നമ്മുടെ ഒരു അയാളുടെ നമ്മുടെ രാഹുൽ എന്ന് പറയുന്ന ജയകുമാർ സ്റ്റാഫാണ് അവനെ വിളിച്ച് പറയുന്നത്. ഇതിന് മുമ്പ് 2018 ഫസ്റ്റ് പ്രൈസ് അടിച്ചതാണ്. പിന്നെ ഈ കഴിഞ്ഞ ക്രിസ്മസ് ബമ്പറിന് 10 ലക്ഷം ഉണ്ടായിരുന്നു. അത് ചേട്ടൻ്റെ കടയിലായിരുന്നു അത് വിറ്റത്. ഭാഗ്യശാലി ആരാണ് എന്നതിന്റെ സൂചന അറിയത്തില്ല. അല്ല, ഇനി അത് പഴയ അവർ വന്ന് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. അറിയത്തില്ല. ആകെ സന്തോഷത്തിലാണ്. കുഴപ്പമില്ല. ചേട്ടൻ കടയിലുള്ളതാണോ? എപ്പോഴാ അറിഞ്ഞേ? 2 മണിയായപ്പോ. ചേട്ടൻ തന്നെയാണോ വിറ്റത് ലോട്ടറി? ഇവിടെ കൗണ്ടറിലാണ് വിറ്റേക്കുന്നത്. ആരാന്നറിഞ്ഞില്ല. ആദ്യം വന്ന ടിക്കറ്റ് അല്ലയോ, അന്നേരം ഇങ്ങനെ പലരും വന്നെടുക്കും. നമ്മുടെ സ്ഥിരമായി മണപ്പള്ളിയുള്ളവർ തന്നെ എടുക്കുന്നത്. അവരുടെ ഒരു സപ്പോർട്ടിലാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. 4 കൊല്ലമായി ഇവിടെ വന്നിട്ട് മണപ്പള്ളിക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് ഇത്രയും വരെയും നമ്മൾ എത്തിയേക്കുന്നത്. ഭാഗ്യശാലി മണപ്പള്ളിയിൽ എവിടെയോ ഉണ്ട്. ആയിരിക്കട്ടെ. അതാ, എല്ലാവരും സ്ഥിരം വന്നെടുക്കുന്ന അവർ തന്നെയല്ലേ, അവർ തന്നെ ആവട്ടെ. ദൈവത്തിന്റെ സന്തോഷത്തിൽ നാട്ടുകാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവരൊക്കെ ഇവിടെ ലോട്ടറി വാങ്ങാൻ എത്തിയവരാണ്. അപ്പോഴാണ് ഈ 1-ാം സമ്മാനം ഇവിടെ ആണെന്നത് അറിഞ്ഞത്. നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ലോട്ടറി എടുക്കുന്നവരാണോ? 1-ാം സമ്മാനം അടിച്ചു. 1-ാം സമ്മാനം അടിച്ചു. ഇപ്പൊ എടുക്കുമ്പോഴൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ഞാൻ ഇവിടുന്ന് എടുക്കുന്നേ, അങ്ങനെ വല്ലപ്പോഴും ഒക്കെ എടുക്കുന്നേ. എനിക്കും അടിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ തുകകളൊക്കെ അടിച്ചിട്ടുള്ളതാണ് ഇവിടുന്ന്. എനിക്ക് സന്തോഷം. അനിലിന് ലോട്ടറി അടിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ മിക്കവാറും ആളുകളെല്ലാം വന്ന് എടുക്കുന്നതാണ്. അപ്പൊ ആര് കാണുന്നുള്ള ആവശ്യമാണ് എല്ലാവരും. നിങ്ങളൊക്കെ മണപ്പള്ളിക്കാരാണോ? അതെ 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 അതെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ട്? ആരായാലും പെട്ടെന്ന് വരിക. പ്രദേശത്തുള്ള ആരൊക്കെ ഉണ്ട്. അത് ഇതിൽപ്പെട്ട ഇവിടെ ഉള്ള ആരോ ഒരാൾക്ക് ഇത് അടിച്ചേക്കുന്നത്. അല്ല, ദൂരോട്ടങ്ങും പോകാൻ സാധ്യത വളരെ കുറവാണ്. സാധാരണ രീതിയിൽ മറ്റ് ജില്ലയിലേക്കാണ് അടിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇന്നിപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് കരുനാഗപ്പള്ളിയിലെ നമ്മുടെ മണപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അടിച്ചത് സന്തോഷമുണ്ട്. എടുത്ത ആരാ നമുക്കറിയില്ല, നമ്മൾ ടിക്കറ്റ് എടുത്തതുമില്ല. പക്ഷേ എടുത്ത എന്തായാലും അനിലിന് ഇതിപ്പം ഒരു ഇതാണ്, ഭാഗ്യമാണ്. കാരണം ഇത് 2-ാം തവണയാണ് ഈ നമ്മുടെ പ്രദേശത്ത് തന്നെ അടിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശം ഈ ചെറിയ ഗ്രാമവും എന്തായാലും ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് സംസ്ഥാനത്തും അല്ലെങ്കിൽ ബമ്പർ ഇങ്ങനെ അടിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടിയ സന്തോഷമുണ്ട്. എന്തായാലും ആർക്കായാലും നല്ല രീതിയിൽ അത് ഉപകരിക്കട്ടെ. കേക്ക് എത്തിയല്ലേ, അല്ല ലഡു, മധുരം വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ ആഘോഷത്തിലാണ് നാട്ടുകാരൊക്കെ ഈ കടയിലേക്ക് ഇങ്ങനെ ഈ വിവരം അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രൈസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ 1-ാം സമ്മാനം അടിക്കുന്നത് ആദ്യമാണ്. എന്തെങ്കിലും അതിന്റെ സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ് എന്നുള്ളതാണ്. അനിലേട്ടന് ലഡു എടുക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പുള്ളിക്ക് ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും അറിഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഘോഷം തുടങ്ങിയല്ലേ? ആഘോഷം തുടങ്ങി. എന്തായാലും ഭാഗ്യശാലി ആരെന്ന് അറിഞ്ഞിട്ടില്ല. അനിലേട്ടൻ പറയുന്നത് വെച്ചാണെങ്കിൽ മണപ്പള്ളിക്കാർ മാത്രമാണ് സാധാരണഗതിയിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഭാഗ്യശാലി മണപ്പള്ളിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണാറുണ്ട് അങ്ങനെ ലോട്ടറി അടിക്കുന്ന ഭാഗ്യശാലി ക്യാമറയ്ക്ക് മുന്നിലോ ചാനലിന് മുന്നിലോ ഒന്നും വന്ന് നമ്മൾ കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകുമെങ്കിൽ അദ്ദേഹം ഇവിടെ എവിടെയോ ഉണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ആശംസകൾ നേരുകയാണ്. എന്തായാലും 1-ാം സമ്മാനം വിറ്റുപോയ അമ്മ ലോട്ടറി ഏജൻസിക്ക് മുന്നിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ വലിയ ആഘോഷം തുടങ്ങിയെന്നുള്ളതാണ്. വലിയ സന്തോഷത്തിലാണ് ഏജന്റ് അനിലും ഒപ്പമുള്ളവരും ഒക്കെയുള്ളത്. അസിത, അനൂപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.